ഒരുപാട് നന്ദിയുണ്ട് രാജ. നിങ്ങൾക്ക് എന്നോട് എന്ത് സ്നേഹ. വന്ന ഉടനെ കുടിക്കാൻ എനിക്ക് വെള്ളം തന്നില്ലേ? സ്നേഹവും ഇല്ല, മണ്ണാങ്കട്ടയും ഇല്ല. നീ ഇതിനകത്ത് കിടന്ന് ചത്താൽ നിന്റെ ബോഡി ഞാൻ മറവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടും. എന്താ ഇത്ര വെപ്രാളത്തിൽ ഓടി വന്നത്? നിങ്ങളെ കാണാനാ വന്നത്. രാത്രി നിങ്ങൾ ചെയ്ത പണി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. രാത്രി ഞാൻ എന്ത് ചെയ്തു? എല്ലാവർക്കും മയക്കുമരുന്ന് കൊടുത്ത് അഭിനെ വസുവിനെ കൊല്ലാൻ പ്ലാനിട്ടില്ലേ? ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയും? രാജയുടെ പക എനിക്കറിയില്ലേ. പക്ഷെ ആ ഉണ്ണിച്ചെറുക്കൻ കാരണം നിങ്ങളുടെ പ്ലാൻ എല്ലാം കുളമായി. എല്ലാവരും ഉറക്കമായിരുന്നല്ലോ. അവനെങ്ങനെയാ ഉറങ്ങായിരുന്നത്? രാത്രി അവൻ ഭക്ഷണം കഴിച്ചില്ല, പാല് കുടിച്ചാ കിടന്നുറങ്ങിയത്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ആദ്യം പറയണ്ടേ രാജ? ഞാൻ നിർബന്ധിച്ച് ഉണ്ണിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കായിരുന്നല്ലോ. രാത്രി മയക്കുമരുന്നല്ല, വിഷമാണ് കലർത്താൻ തീരുമാനിച്ചത്. വിഷം കലർത്താതെ മയക്കുമരുന്ന് എന്തിനാ കലർത്തിയെന്ന് എനിക്ക് മനസ്സിലായി രാജ. വിഷം കലർത്തിയ എല്ലാവരുടെ കൂടെ ഞാനും മരിക്കുന്നുള്ള പേടിയുണ്ടല്ലേ? അതാണ് ചെയ്യേണ്ടിയിരുന്നത്. എല്ലാവരുടെയും കൂട്ടത്തിൽ നീയും ചാവുമായിരുന്നല്ലോ. എന്നോട് നിങ്ങൾക്ക് എന്തുമാത്രം സ്നേഹാണെന്ന് രാജയുടെ ഓരോ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യം നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് പറയൂ. രാത്രി വീട്ടിലേക്ക് വന്നത് നിങ്ങൾ തന്നെയാണെന്ന് അഭിക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് രാജ. ആ അഭിയാണെങ്കിൽ നിങ്ങളെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നടക്കുക. അവന്റെ കണ്ണിലെങ്ങാനും നിങ്ങൾ പെട്ടാ നേരെ നിങ്ങൾ ജയിലിലേക്കായിരിക്കും പോവാ. നിങ്ങൾ ജയിലിൽ കിടന്ന് ചാവുന്ന രീതിയിൽ അവൻ എന്തെങ്കിലും ചെയ്യും. ഇതാ നോക്ക്, ഒരു കാരണവശാലും അവന്റെ മുന്നിൽ ചെന്ന് പെടരുത്. എപ്പോഴും സർദാർ ജയിറ്റ് നടന്നോണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ ജീവിച്ചിരിക്കില്ല രാജ. നിങ്ങളാ എന്റെ ഉയിര്, നിങ്ങളാ എന്റെ ജീവിതം, നിങ്ങളെ എന്റെ ലോകമായി കണ്ടാ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ഞാൻ അബിക്ക് പിടികൊടുക്കില്ല. അവനെ എന്റെ കയ്യിൽ കിട്ടും. ഞങ്ങളുടെ അബിയെ നിങ്ങൾ അങ്ങനെ കുറച്ച് കാണരുത് രാജ. അവനൊരു കാലനെ പോലെയാ. യമധർമ്മൻ എന്ന് പേരിട്ട ആ അബിക്ക് അത് നല്ല ചേർച്ചയായിരിക്കും. അവന് തുണയായിരിക്കുന്ന ആ വസുവും ചില്ലറക്കാരിയല്ല. വാ തുറക്കാതെ തന്നെ പല്ല എത്രയാണെന്ന് അവള് പറയും. അവളുടെ മകൻ ആ ഉണ്ണിയാണെങ്കിൽ അതൊരു കൊച്ചുകുട്ടിയൊന്നല്ല. അവൻ അബിക്ക് ജനിച്ച കുട്ടിയല്ലെന്നുള്ളത് സത്യ. പക്ഷെ കറക്റ്റ് അബിയുടെ സ്വഭാവ. അവരെ 3 പേരെ രാജു ഒന്ന് ശ്രദ്ധിച്ചോണേ. ആ കാര്യം രാത്രി തന്നെ മനസ്സിലായി. ഇതുവരെ അബിയും വസുവിനെയും കൊല്ലണമെന്നാണ് തീരുമാനിച്ചത്. ആ ലിസ്റ്റിലെ ഇനി ഉണ്ണിയെ കൂടി ഞാൻ ചേർത്തേക്കാം. ഇനി ആ 3 പേരെയും ചേർത്ത് സമയം കുറിക്കും. എന്തോ രാജ, ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് സക്സസ് ആവുന്നില്ലല്ലോ. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. എന്നായാലും അവരുടെ മരണം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. നിങ്ങൾ പൊയ്ക്കൊള്ളൂ. ഒന്ന് സൂക്ഷിക്കണേ രാജ. ഞാൻ വീണ്ടും പറയാ, നിങ്ങളോ എന്റെ ജീവൻ. നിങ്ങൾക്ക് എന്തേ പറ്റിയോ ഞാൻ ജീവിച്ചിരിക്കില്ല. പ്ലീസ് പൊയ്ക്കൊള്ളൂ. വീണ്ടും വീണ്ടും ഇവിടെ വന്ന് നിങ്ങൾ അബിക്ക് എന്നെ കാണിച്ചു കൊടുക്കുമല്ലേ? അതെ, അതൊരു സത്യ. ശരി, എന്ന് ഞാൻ പോയിട്ട് വരെ. എന്നെ അബിക്ക് സംശയമുള്ളതായി തോന്നുന്നു. എന്റെ ജാമ്യം അവസാനിക്കുന്നതിന് മുമ്പ്, അബിയുടെ സംശയം സത്യമാകുന്നതിന് മുമ്പ് 3 പേരെയും ഞാൻ കൊന്നിരിക്കണം. ഏട്ടാ, ഏട്ടാ, സ്പോൺസേഴ്സ് വന്നിരിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം. 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 താങ്ക്സ്. ഇരിക്കും സാർ. വസുന്ധര, വസുന്ധര, കോഫി എടുത്തോളൂ. വേണ്ട അബ്രഹാം, നിങ്ങളോട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. സോറി, ഓഫീസിൽ പോവാതെ വീട്ടിൽ വന്നതിന്. ഇറ്റ്സ് ഓക്കെ. എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ നിങ്ങൾ വരില്ലെന്ന് എനിക്കറിയാം. ആദ്യമായിട്ടല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേ. കോഫി എന്തെങ്കിലും എടുക്കട്ടെ? നീ ഇവിടെ നിൽക്ക് വസു, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഏട്ടാ, ഇതാണ് നമ്മുടെ സ്പോൺസേഴ്സ്. ഗവൺമെൻറ് ടെൻഡറിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തവർ. ഹായ്. നമസ്കാരം. നിങ്ങൾ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണോ ഈ ഡിസൈൻസ് ഒക്കെ വരച്ചത്? താങ്ക് യു സർ.
നിങ്ങളുടെ ഈ സ്പിരിറ്റ്, നിങ്ങളുടെ ഈ ഡിസൈൻസ് എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അവിടെ വീട് കത്തി എരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ നീ ഇവിടെ മുഖത്ത് പുട്ടിയിട്ടോണ്ട് നിന്നു. എന്തു പറ്റി ആന്റി? എന്തു പറ്റിയെന്ന് വളരെ നിസ്സാരമായിട്ട് ചോദിക്കുന്നല്ലോ. ഏതോ സ്പോൺസേഴ്സ് വീട്ടിൽ വന്നിരിക്കുന്നു. അഭിയും വസുവും സംസാരിച്ചോണ്ടിരിക്കുക. സ്പോൺസേഴ്സ് എന്തിനാ വീട്ടിൽ വരണം? എന്ത് കാര്യത്തിനായിരിക്കും? എനിക്കെങ്ങനെ അറിയാം? നിനക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നു കരുതിയാ ഞാൻ ഇതിവിടെ വന്ന് പറഞ്ഞത്. ടെൻഡറിന് വന്നതായിരിക്കോ? അതിനാ വന്നെന്ന് തോന്നുന്നു. നീ വാ വാ. ഡിസൈനിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ അഖിലിനെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഡിസൈൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് സ്പോൺസേഴ്സായി ഞങ്ങളിത് സമ്മതിച്ചത്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയത് സാർ. ഫുൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ഡിസൈൻസ് കാണുമ്പോൾ തന്നെ അറിയാം മാഡം. അഖിലിനെ കണ്ട് പഠിക്കുന്നേ. അവൻ നിന്നേക്കാൾ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അഖിലിന്റെ കാലിനല്ലേ സ്വാധീനക്കുറവ്, കൈക്കൊന്നും പറ്റിയില്ലല്ലോ. അത് മാത്രമല്ല, അഖിലിന് ഏട്ടന്മാരും ഏട്ടത്തിമാരും സപ്പോർട്ടായിട്ടുണ്ട്. എനിക്ക് ആരും സപ്പോർട്ടായിട്ടില്ല. നിനക്ക് ആദിത്യയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ടില്ലേ? ഞങ്ങളിപ്പോ എന്തിനാണ് വന്നതെന്ന് വെച്ചാല് നാളെയാണ് ടെൻഡർ നടക്കുന്നത്. അതെ, ആ കാര്യം ഞങ്ങൾക്കും അറിയാം. നിങ്ങൾ കൊടുക്കുന്ന കോട്ടിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ടെൻഡർ കിട്ടാൻ പോകുന്നത്. ഷുവർ സർ. ഈ കോട്ടെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇടുന്ന കോട്ടാണോ? അല്ല, ഈവന്റ് ഏത് എമൗണ്ടിലാണോ ചെയ്യുന്നത് ആ ഫിഗർ. അത് അത്ര കഷ്ടാണോ? എതിരാളികൾ ഏത് എമൗണ്ട് ആണോ കോട്ട് ചെയ്യുന്നത് അത് അറിയുന്ന കഷ്ടമാണ്. നിങ്ങൾ നല്ല കോട്ട് ചെയ്യണം. ടെൻഡർ നിങ്ങൾക്ക് തന്നെ കിട്ടണം. ഷുവർ സർ. ഞങ്ങളിപ്പോൾ ആ ജോലിയിലാണ്. ഈ ഇവന്റിന് വേണ്ടി ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട് അഭിരാം. നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാം ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ശ്രദ്ധയില്ലെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പറയേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ. യു ഡോണ്ട് വറി സാർ. തീർച്ചയായും ഈ ടെൻഡർ നമുക്ക് തന്നെ കിട്ടും. ഈ ഇവന്റ്സ് നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല പേര് കിട്ടണം. ഉറപ്പായും സാർ. ഞങ്ങളുടെ സംസ്കൃതി ഇവന്റ്സിന്റെ പെർമനന്റ് സ്പോൺസേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ കണക്കാക്കും. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ബൈ. ശരി, എന്നാ ശരി സാർ. ഛേ, ആ കോട്ട് എത്രയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ആ കോട്ട് എന്താണെന്ന് അറിഞ്ഞാ നമുക്ക് പ്രയോജനം ഉണ്ടാവോ? ഒരുപാട് പ്രയോജനം കിട്ടിയേനെ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്കാ? ഞങ്ങൾ എന്ത് ചെയ്താ നിനക്കെന്താടാ? അവരെല്ലാവരും അവിടെ ഇരിക്കുകയല്ലേ, നിങ്ങൾ മാത്രം എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചതാ. ഞങ്ങൾ എവിടെയാണ് നിക്കണോന്ന് കൂടി നീയാണോ തീരുമാനിക്കുന്നേ? ഇവിടെ നിന്ന് രഹസ്യമായിട്ട് എന്താ ഒളിച്ചു കേൾക്കുന്ന ചെറിയമ്മേ? എന്താണ് ഒളിഞ്ഞു കേൾക്കുകയാണെന്നോ? ഞങ്ങൾക്ക് വേറെ ജോലി ഒന്നുമില്ലെന്ന് വിചാരിച്ചോ നീ? അതിരിക്കട്ടെ, നിന്റെ വയസ്സ് എത്ര നീ ചോദിക്കുന്ന ചോദ്യം എന്താ? പോയി നിന്റെ പണി നോക്കടാ. എന്റെ അമ്മോ, എനിക്ക് അർജന്റായിട്ട് പോണോ ആന്റി? എവിടേക്കാ? ആദിത്യയെ കാണാൻ. എന്നെ ജോലിക്കാരി എന്തായി മോളെ? പോയിട്ട് വന്നിട്ട് പറയാം. ആദിത്യ ഇവിടെ സഹായിച്ചു. ഇനി എന്നെ എപ്പോഴാണോ സഹായിക്കുക? ആദിത്യ, എന്താ? നിങ്ങളുടെ വീട്ടിലെ സ്പോൺസേഴ്സ് വന്നു അല്ലേ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? വീണ്ടും മിസ്സായി. ഞങ്ങളുടെ വീട്ടിലെ സ്പോൺസേഴ്സ് വന്ന കാര്യം നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? ആ വീട്ടിൽ നീ മാത്രമല്ല എൻ്റെ ആളായിട്ടുള്ളത് കാർത്തിക. ആ വീടിന് ചുറ്റും എൻ്റെ സ്പൈസ് ഉണ്ട്. ഈ ആരോ പോലെ നീയും ലക്ഷ്യം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. നോ വേ. നിന്റെ വീട്ടിൽ ആര് വന്നുവെന്ന് എന്നോട് പറയുന്നതല്ല നിന്റെ ജോലി. നാളെ അഭി ടെൻഡറിന് കൊടുക്കുന്ന കോട്ട് എത്രയാന്ന് അറിഞ്ഞ് എന്നോട് പറയാനാ പറഞ്ഞേ.
അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയില്ല ആദിത്യ. കമോൺ കാർത്തിക, നീ ഒരു ബുദ്ധിമതിയായ പെണ്ണല്ലേ. നിനക്കറിയാൻ പറ്റാത്ത എന്താ ഉള്ളത് അവിടെ? പക്ഷെ ആ കോട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കേ. അതും ഇന്ന് രാത്രി തന്നെ. ഇന്ന് രാത്രി തന്നെയോ? അതെ. ടെൻഡർ നമ്മുടെ കയ്യിൽ വന്നാ നമ്മുടെ ജാതകം തന്നെ മാറും. എസ്പെഷ്യലി നിന്റെ ലൈഫ് തന്നെ മാറും കാർത്തിക. ഇതുവരെയും നീ ഈ കമ്പനിയിലെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് മാത്രമായിരുന്നു. ടെൻഡർ നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ കമ്പനിയിലെ എനിക്കടുത്തുള്ള സ്ഥാനത്തില്, അതായത് സെക്കൻഡ് പ്ലേസിൽ നീ ഉണ്ടാവും. റിയലി? ഞാൻ പ്രോമിസ് ചെയ്യാണ് കാർത്തിക. ഇത് നിനക്കൊരു നല്ല ചാൻസ് ആണ്. കമ്പനിയിൽ എൻ്റെ അടുത്ത സ്ഥാനം എന്ന് പറയുമ്പോൾ, അതായത് ഓൾമോസ്റ്റ് കമ്പനിയുടെ പകുതി നിൻ്റെതായിരിക്കും. ആദിത്യ ഈവൻസിൽ നീ എംപ്ലോയി ആയിരിക്കില്ല, പാർട്ണർ ആയിരിക്കും. അപ്പോൾ ഈ കമ്പനിയുടെ പേര് ആദിത്യ ആൻഡ് കാർത്തിക ഈവൻസ് എന്ന് മാറും. മാർക്കറ്റിൽ നിന്റെ പേര് എല്ലാവരും അറിയും. അതിനുശേഷം നിനക്ക് തന്നെ സ്വന്തമായി ഒരു കമ്പനി തന്നെ ആരംഭിക്കാം. കാർത്തിക ഈവൻസ് കമ്പനി ആദിത്യ ഈവൻസിനെ, ഓഫ് കോഴ്സ് സംസ്കൃതി ഈവൻസിനെ പോലും ക്രോസ് ചെയ്ത് നമ്പർ 1 പൊസിഷനിലെത്തിയിരിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ വലിയ യങ് ബിസിനസ് വുമണായി നിന്റെ പേര് മീഡിയയിൽ ബിഗ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരും. ഇതെല്ലാം യഥാർത്ഥത്തിൽ നടക്കും ആദിത്യ? നടക്കില്ലെന്ന് എന്തിനാ വിചാരിക്കുന്നത്? നിനക്ക് എന്താ ഒരു കുറവ്? അറിവുണ്ട്, ധൈര്യമുണ്ട്, പ്രായത്തിനൊത്ത ചുറുചുറുപ്പുണ്ട്. വേറെ എന്താ വേണ്ട നിനക്ക്? എൻ്റെ കണ്ണില് നിന്നെ ഞാനൊരു നക്ഷത്രത്തെ പോലെയാണ് കാണുന്നത്. ഉറപ്പായും നീ ടോപ്പ് പൊസിഷനിൽ എത്തിച്ചേരും. താങ്ക് യു ആദിത്യ, താങ്ക് യു സോ മച്ച്. എന്നെക്കാളും നിങ്ങൾക്കാണ് എന്നിൽ കൂടുതൽ വിശ്വാസം. നിന്റെ ടാലന്റും സ്കിൽസും നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതല്ലാതെ നിന്നെ വെറുതെ പുകഴ്ത്തിയതല്ല. അങ്ങനെ പുകഴ്ത്തി പറയേണ്ട ആവശ്യവും എനിക്കില്ല. യെസ്, എന്നെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ടോപ്പ് പൊസിഷനിൽ എത്താൻ കഴിയും. അതിനുള്ള ശക്തി എനിക്കുണ്ട്. അപ്പോ ഇന്ന് രാത്രി തന്നെ നീ കോട്ട് മനസ്സിലാക്കുമല്ലോ? മനസ്സിലാക്കും ആദിത്യ. നാളെ തന്നെ ആ കോട്ട് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കും ആദിത്യ. ഗുഡ്. ആ ടെൻഡർ എൻ്റെ കയ്യിൽ വന്ന ഉടനെ ഈ കമ്പനിയുടെ പകുതി ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. പ്രോമിസ്. ഡൺ. ജോലി കഴിഞ്ഞ ഉടനെ വിളിക്കാം. ഫോൺ വേണ്ട, നേരിട്ട് വന്നേക്ക്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇവളൊരു മണ്ടി തന്നെ. ആ കോട്ട് എൻ്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഒരിക്കലും ഞാൻ ടോപ്പ് ലിസ്റ്റിലെത്തിക്കില്ല. ആ അഭിറാമിനെ ചവിട്ടി താഴ്ത്തും ഞാൻ. നിന്നെ ആരോ ആക്കി ഇതുപോലെ ഞാൻ അവന് നേരെ എറിയും. നിന്നെ ഉപയോഗിച്ച് അഭിറാമിന് ഞാൻ തിരിച്ചടി കൊടുക്കും. ആദിത്യയെ കാണാൻ പോയ കാർത്തിക ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ. ഇവരാണെങ്കി വീട്ടിൽ തന്നെ കോട്ടിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാ. കാർത്തിക പെട്ടെന്നൊന്ന് വന്നിരുന്നെങ്കിൽ നന്നായേനെ. അബി, നമുക്ക് ഈ എമൗണ്ട് കൊണ്ട് ടെൻഡർ കോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാവോ? ഞാനും കോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഏട്ടാ, ഒന്ന് നോക്കിയേ. വസുന്ധര, ഓൾറെഡി ഞാനൊരു കോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഏട്ടനും അഖിലും ഒരു കോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 3 എണ്ണം നോക്കിയിട്ട് ഏതാണ് ബെറ്റർ എന്ന് താൻ തന്നെ പറ.
എന്തിനാ വസു ചിരിക്കുന്നേ? ഭാസ്കരേട്ടനും ഏട്ടനും അഖിലും എന്താ ഇത്ര നല്ല സഹോദരങ്ങളായിട്ട് ഇരിക്കുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. കൊട്ടേഷനും ഞങ്ങൾ എഴുതിയതിന് എന്താ മോളെ ബന്ധം? നിങ്ങൾ 3 പേരുടെയും ബന്ധമാണ് ഈ കൊട്ടേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായില്ല എടുത്തി. ചേച്ചി ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എന്താ ഏട്ടത്തി ഇങ്ങനെ ചിരിക്കുന്നത്? ഇതിന് മാത്രം എന്താ പേപ്പറിലുള്ളത്? ഇവര് 3 പേര് കോട്ട് എഴുതേണ്ടതിന് പകരം ജോക്കാണ് എഴുതിയിരിക്കുന്നത്. വസു പറഞ്ഞത് 100% ശരിയാണ് അബി. 3 പേരും യഥാർത്ഥത്തിൽ സഹോദരന്മാർ തന്നെയാ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളും കൂടി ചിരിക്കില്ലായിരുന്നോ? ഞങ്ങൾ എന്തിനാ പറയുന്നേ? ഭാസ്കരേട്ടൻ തന്നെ നോക്കിയിട്ട് പറയും. എന്താ ഏട്ടാ ഏട്ടനും ഇങ്ങനെ നോക്കുന്നേ? അഖിൽ ദാ നോക്ക്. ഇപ്പൊ മനസ്സിലായല്ലോ ഞങ്ങൾ എന്തിനാ ചിരിച്ചതെന്ന്. അപ്പോ ഞങ്ങൾ 3 പേരും ഒരേ എമൗണ്ടാണ് കോട്ട് ചെയ്തല്ലേ? നമ്മൾ 3 പേർക്ക് സെയിം തോട്ട് അല്ലേ ഏട്ടാ? 3 പേരെ എപ്പോഴും ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാ നമുക്ക് 3 പേർക്കും ഒരേ എമൗണ്ട് തന്നെ കിട്ടിയത്. നിങ്ങൾ 3 പേര് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവണം അബി. എല്ലാവർക്കും ഒരു മാതൃകയായ സഹോദരന്മാരായിരിക്കണം. അതെ ചേച്ചി, നിങ്ങൾ 3 പേരായിട്ടല്ല ഒരുമിച്ച് നിൽക്കണം. അപ്പൊ നമ്മുടെ ഈ കുടുംബത്തെ ആർക്കും തൊടാൻ പറ്റില്ല. 3 പേര് ഒരേ എമൗണ്ടാണ് കോട്ട് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ 3 പേരും ഒരിക്കലും പിരിയില്ല വസു. ഒത്തൊരുമയോടെ ഒരേ മനസ്സോടെ ആയിരിക്കും ഞങ്ങൾ. കഴിഞ്ഞ കാലം അവളുടെ വാക്കിൽ വീണു പോയിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കില്ല. എത്രയും പെട്ടെന്ന് നീയും കാർത്തികയും പിരിയാൻ പോവാടാ. അവള് ഡിവോഴ്സിന് ചോദിക്കുമ്പോ നീ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് കാണാം. SI സാർ വിളിക്കാണല്ലോ. ഹലോ സാർ. സോറി അഭിറാം, അന്ന് ഞാൻ ബിസി ആയിരുന്നത് കൊണ്ട് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയി. ഇറ്റ്സ് ഓക്കെ സാർ. ചന്ദ്രശേഖരനെ കുറിച്ച് അറിയാനാണ് ഞാൻ വിളിച്ചത്. അവനെ കിട്ടിയോ സാർ? ഇതുവരെ ഇല്ല അഭിറാം, അന്വേഷിച്ചോണ്ടിരിക്കുക. എത്രയും വേഗം തന്നെ ഒന്ന് കണ്ടുപിടിക്കണം സാർ. അവൻ കാരണം എന്റെ കുടുംബത്തിന് തന്നെ ഭീഷണിയാ. ഉറപ്പായിട്ടും അഭിറാം, അവനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതുവരെ നിങ്ങളെല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. അവൻ നിങ്ങളുടെ വീടിനുള്ളിൽ കയറി നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്രയ്ക്ക് അപകടകാരിയാണ്. അവൻ ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ നോക്കുക. ഞങ്ങളെ തകർക്കണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ അവനുള്ളൂ. അതിനുവേണ്ടിയാ അവൻ ബെയിലെടുത്ത് പുറത്തു വന്നിരിക്കുന്നത്. മനസ്സിലായി അഭിറാം. എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് 2 കോൺസ്റ്റബിൾസിനെ ഞങ്ങൾ അയക്കട്ടെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ. ഇനി ഒരു തവണയും കൂടെ ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ധൈര്യം അവനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് പുറത്തു വെച്ചാൽ അവനെ കിട്ടും. കിട്ടിയ ഉടനെ തന്നെ എന്നെ ഇൻഫോം ചെയ്യാം സാർ. അവനെ കിട്ടിയ ഉടൻ തന്നെ കൈയും കാലും അടിച്ചൊടിച്ച് ലോക്കപ്പിൽ തള്ളാൻ പറയബി. ലോക്കപ്പിലെ പ്ലേസ് വേസ്റ്റ് ആവും. അവൻ എൻകൗണ്ടർ ചെയ്യാൻ പറയും. എന്റെ രാജ നിങ്ങൾക്ക് എന്ത് ദ്രോഹാണ് ചെയ്തത്? എന്റെ രാജയെ കൊന്നു കളയുന്നോ? എന്റെ ഹൃദയം തകർക്കുന്നോ? എന്റെ പ്രണയം ഇല്ലാതാക്കുമെന്നോ? എന്നാൽ ഓക്കെ സാർ. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. താങ്ക് യു. വസുന്ധര, ഈ ഡോക്യുമെന്റ്സ് സൂക്ഷിച്ചു വെക്കണം.
എന്താ മോളെ ഇത്രയും ലേറ്റ് ആയിട്ട് വന്നത്? എന്തായി ആന്റി? അവര് ടെൻഡർ കോട്ട് ചെയ്ത് കഴിഞ്ഞടി. ഫിഗർ എത്രയെന്ന് അറിഞ്ഞു ആന്റി? അറിയില്ല, എന്നാ 3 പേരും ഒരേ എമൗണ്ടാ കോട്ട് ചെയ്തിരിക്കുന്നേ. ആ കോട്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ചെറിയമ്മേ, എന്താടാ? എന്തിനാ അനുവിന്റെ ഹോംവർക്ക് ബുക്ക് തള്ളി താഴെ ഇട്ടത്? ഞാൻ മനഃപൂർവ്വമാണോ ചെയ്തേ? അറിയാതെ പറ്റിയതാ. ചെറിയമ്മ മനഃപൂർവ്വം തള്ളിയിട്ടതാ. ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയതെല്ലാം വേസ്റ്റ് ആയി പോയി. ചെറിയമ്മ ബാഡാ. എന്താ ഓവറായിട്ട് സംസാരിച്ചാലേ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും, സൂക്ഷിച്ചോ. ചെറിയ കുട്ടികളോട് പോലും വഴക്കൂടും അല്ലേ? അവൾ എന്താ പറഞ്ഞെന്ന് നീ കേട്ടോ? എല്ലാം ഞാൻ കാണുമായിരുന്നു. തെറ്റ് നിന്റെ ഭാഗത്താ. മര്യാദയ്ക്ക് അനുവിനോട് സോറി പറയും. ചെറിയ കുട്ടിയോട് പോയിട്ട് അവളെന്തിനാ സോറി പറയുന്നേ? എന്ന് നിങ്ങൾ പറ. എടാ, എന്തു പറ്റി? അനുവിന്റെ ഹോംവർക്ക് ബുക്ക് ചെറിയമ്മ മനഃപൂർവ്വം തള്ളി താഴെ ഇട്ടമ്മേ. 1 മണിക്കൂർ കഷ്ടപ്പെട്ട് എഴുതിയതമ്മേ. ഇനി വീണ്ടും അതൊക്കെ എഴുതണം. തിന്ന് കൊഴുപ്പ് കയറിയിട്ട് കണ്ണ് കാണാണ്ടായിരിക്കും അവക്ക്. നിനക്ക് കഷ്ടപ്പാടെന്താണെന്ന് അറിയില്ല. കുട്ടികളെ വെറുതെ കഷ്ടപ്പെടുത്തുക അല്ലേ? വിട്ടേക്കാകിൽ. അനു, മോൾക്ക് വേണ്ടി ഞാൻ ഹോംവർക്ക് ചെയ്ത് തരാം. ഏടത്തി എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? അവളെ ഇല്ലാതാക്കിയത് അവൾ തന്നെ ചെയ്തു കൊടുക്കട്ടെ. ഇത്രയും നേരം ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നതാ. ഞാൻ ഇനി ഹോംവർക്കും കൂടി ചെയ്യണോ? നെവർ. നീ ഓഫീസിൽ എന്താടി മലമറിക്കുന്നേ? നീ അവിടെ എന്ത് കോപ്പാ ചെയ്യുന്നേ? വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ മാത്രം അറിയാം. അവൾക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ അവക്കെങ്ങനെ ജോലി കിട്ടി? മരക്കഴുതയ്ക്ക് വരെ ഭാരം ചുമക്കുന്ന ജോലി കൊടുക്കും. നായക്ക് കാവലിരിക്കുന്ന ജോലി കൊടുക്കും. അപ്പോ കഴുതയും നായയും ഞാനും ഒക്കെ ഒന്നാണെന്നോ? നിന്നെക്കാളും അവരൊക്കെയാ ബെറ്റർ. എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളെയും ചേർത്തതല്ലേ പറഞ്ഞത്? ഞാനോ? എന്തിനാക്കിൽ വഴക്കൊക്കെ? വിട്ടേക്ക്. കാർത്തിക, നീ പൊക്കോ. ഹോംവർക്ക് ചെയ്തു കൊടുത്തിട്ട് പോയാ മതി. അവള് ക്ഷീണിച്ചാ വന്നത്. അവളുടെ കൂടെ നിങ്ങൾ ഇരുന്ന് ഹോംവർക്ക് ചെയ്യാം. എനിക്കതൊന്നും അറിയില്ലടാ. എന്നാ പിന്നെ വായും വെച്ച് മിണ്ടാണ്ടിരിക്കണം. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് ചെയ്യുന്നുണ്ടോ? ചെയ്യടി അങ്ങോട്ട്. ചെയ്യാൻ. എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാവോ? വായി വരുന്നതൊക്കെ വിളിച്ചു പറയാണ്. ഇവന് ഞാൻ എന്താ ചെയ്യാ ആന്റി? ഭാര്യ ആയതുകൊണ്ട് നിന്നെ പറഞ്ഞു. നിന്റെ കൂടെ നിന്നതുകൊണ്ട് എന്നെ കൂടി ചേർത്താ പറഞ്ഞേ. ഇരുമ്പിന്റെ കൂടെ ചേർന്നാ തീക്കും കൂടി അടി കിട്ടുന്നത് പോലാണല്ലോടി. നിന്റെ കൂടെ ചേർന്നപ്പോ എനിക്കും പഴിയും പാവമാ കിട്ടിയേ. അപ്പോ നിങ്ങൾ തീയും ഞാൻ ഇരുമ്പുവാണോ? ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാടി, സീരിയസ് ആക്കണ്ട. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേ. അവരെന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ശരി, ടെൻഡർ ഒരിക്കലും അവർക്ക് കിട്ടാൻ പാടില്ല. ആദിത്യക്ക് തന്നെ കിട്ടണം. അതെങ്ങനെ കിട്ടും? ആദിത്യ എന്തെങ്കിലും മായാജാലം ചെയ്യാൻ പോവാണോ? ആദിത്യല്ല, നമ്മൾ അത് ചെയ്യാൻ പോകുന്നേ. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തറിയാം? മോഷണം. എന്ത് മോഷ്ടിക്കണമെന്നോ?